ആവശ്യപ്പെടാനുള്ളത്. അതായത് പരീക്ഷ വീണ്ടും നടത്തണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും ഒരേ പരീക്ഷ തന്നെ എങ്ങനെയാണ് തുടർന്ന് തൊട്ടടുത്ത വർഷം തന്നെ നടത്തിയിട്ട് അതേ പരീക്ഷ വീണ്ടും തൊട്ടടുത്ത വർഷം നടക്കുന്നു. കുറെ കുട്ടികൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പ്രിപ്പയർ ചെയ്തു വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നടന്ന പരീക്ഷയുടെ വാല്യുവേഷൻ നിർവഹിച്ചുകൊണ്ട് അതിന് ഫുൾ മാർക്ക് ഫുൾ സ്കോർ നേടിക്കൊണ്ട് ഇത് ഒരു ക്വാളിറ്റിയുള്ള ഒരു എക്സാമിന്റെ ക്വാളിറ്റിയും എക്സാമിന്റെ ഇവാലുവേഷന്റെ മാനദണ്ഡങ്ങളും ഒക്കെ അംഗീകരിച്ച് അത് കറക്റ്റായ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ തന്നെ പരീക്ഷ നടക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ശരി, നന്ദി ശ്രീ മുഹമ്മദ് ഇസ്മായിൽ താങ്കളുടെ പ്രതികരണത്തിന്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. അസ്ലം, നോക്കൂ, ഇപ്പോൾ ഈ അധ്യാപക സംഘടന പറയുന്നത് പരീക്ഷ വീണ്ടും നടത്തണമെന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ ഇടയുണ്ടോ? പ്രത്യേകിച്ച് ഇത് വാർത്തയായ സ്ഥിതിക്ക് പരീക്ഷ വീണ്ടും നടത്തിയാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതും ഒരു പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അതും നമ്മൾ പറയേണ്ടതുണ്ട്. രേഷ്മ, അത് പ്രശ്നം തന്നെയാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഒരേ ചോദ്യം തന്നെ ആവർത്തിക്കാനിടയുണ്ടെന്ന് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ എങ്ങനെയെങ്കിലും അറിവ് ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പരീക്ഷ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ചോദ്യം കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് വന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പൂർണ്ണമായി മാർക്ക് ലഭിക്കുന്ന അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് അധ്യാപകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പറിന്റെ ആവർത്തനത്തിന് പല സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഈ അലസമായി ഒരുപക്ഷെ ചോദ്യപേപ്പർ ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ അതിനുവേണ്ടി സമയം ചെലവഴിക്കാതെ ചോദിയിട്ടതായിരിക്കാം. ഒരുപക്ഷെ ഇത്തരം ഒരു ചോദ്യപേപ്പർ തന്നെ നൽകുമെന്ന് ഉണ്ടാകുമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികളെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തെയോ ഏതെങ്കിലും ജില്ലയിലെ ഏതെങ്കിലും സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ പക്ഷേ അതൊക്കെ തന്നെ നേരത്തെ പഠിച്ചുകൊണ്ടെന്ന് എഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റു വിദ്യാർത്ഥികളും ഈ വിദ്യാർത്ഥികളും തമ്മിൽ വ്യത്യാസം വളരെ വലുതായിരിക്കും. ആ അർത്ഥത്തിൽ നിരവധി അട്ടിമറികൾക്കുള്ള സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ തനിയാവർത്തനമായ ചോദ്യപേപ്പർ നടത്തിയുള്ള പരീക്ഷയുമായി മുന്നോട്ട് പോകുന്നത് ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പരീക്ഷയുടെ പ്ലസ് ടു പരീക്ഷയുടെ നിലവാരത്തെ സാരമായി ബാധിക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനും ഇടയാക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷ മാറ്റി നടത്തണം. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഇത്തരം ഒരു വളരെ ഉദാസീനമായി അശ്രദ്ധമായി ഈ കാര്യത്തെ കൈകാര്യം ചെയ്ത ആരാണോ നിയോഗിക്കപ്പെട്ടത് അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇന്നലത്തോടുകൂടി എല്ലാ പരീക്ഷകളും പ്ലസ് ടുവിൻ്റെ പൂർത്തിയായി കഴിഞ്ഞു. അവർ ഒരുപക്ഷെ വെക്കേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവർ വീണ്ടും ആ പരീക്ഷയെക്കുറിച്ച് പരീക്ഷ എഴുതി വീണ്ടും പരീക്ഷ വരേണ്ടി വരും. തുടർന്ന് ചർച്ചകൾ ഉണ്ടാകുന്നത് തന്നെ ഒരുപക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതേസമയം അതിനേക്കാൾ ഗുരുതരമാണ് പരീക്ഷ നടത്തിപ്പ് സംബന്ധിച്ചുണ്ടായ ഈ വലിയ പിഴവ്. അതിനെ ആ ഗൗരവത്തിൽ കാണണമെന്നാണ് അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും പറയുന്നത്.